നമസ്കാരം. ചെങ്കടലിൽ ട്രംപിന്റെ മിസൈൽ താണ്ഡവം. അമേരിക്കയെ ഇറാനികൾ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്ത കേൾക്കാൻ സമയം ഇനി കുറവാണ്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിച്ചേക്കാം. അത്തരത്തിലുള്ള ഒരു വലിയ സ്ഥിതിവിശേഷം പശ്ചിമേഷ്യൻ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ചെങ്കടലിൽ ഇസ്രായേലിന്റെ തീരത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന US നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയറുകൾ ഏത് സമയം വേണമെങ്കിലും ആക്രമണം നടത്താൻ തയ്യാറാണ്. US അത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സജ്ജീകരണങ്ങൾ എന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 1000 പുതിയ സ്ട്രാറ്റജിക് ഡ്രോണുകൾ അടക്കം അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇറാന്റെ സൈന്യം സജ്ജമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെങ്കടലിൽ ട്രംപ് നടത്തുന്ന മിസൈൽ താണ്ഡവത്തിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഈ സ്ട്രാറ്റജിക് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുവാൻ തന്നെയാണ് ഇറാനികൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധഭീതി എന്ന് പറയപ്പെടുന്നത് കുറയുന്നില്ല എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ ഭീതി എന്ന് പറയപ്പെടുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് US നാവികസേനയുടെ കപ്പലടക്കം ഇസ്രായേലിന്റെ തീരത്ത് നങ്കൂരമിട്ടത് എന്നുള്ളത് മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. അങ്ങനെ ചെങ്കടൽ തീരത്തെ ഇസ്രായേൽ തുറമുഖ നഗരമായിട്ടുള്ള എയ്ലാത്തിലാണ് USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന് പറയപ്പെടുന്ന യുദ്ധക്കപ്പൽ നങ്കൂരമിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ US നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയറാണ് USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന് പറയപ്പെടുന്നത്. ഇറാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് US വിമാനവാഹിനി കപ്പൽ അടങ്ങുന്ന വമ്പൻ സൈനിക വ്യൂഹം അത് അങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ചെങ്കടലിൽ US നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയർ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ തീരത്തെത്തിയ കപ്പലിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നത് ഞാൻ ആദ്യം നമ്മൾ പല വാർത്തകളിലും സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഇന്റർനെറ്റ് സൗകര്യം വളരെ കുറവായിരിക്കുന്ന ഒരു മേഖലയായി ഇറാൻ മാറിയത് കൊണ്ടാണ്. അവിടെ നിന്ന് നടക്കുന്നതും അതുപോലെ ഇസ്രായേലിന്റെ തീരങ്ങളിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളോ ഒന്നും വളരെ കൃത്യമായിട്ടുള്ള അറിവ് ലോകത്തിന് ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോൾ പല മേഖലയിൽ നിന്നും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ആക്രമണത്തിന് മുതിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക പോവുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ചെങ്കടലിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ താണ്ഡവം നടത്തിയാൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി, അത് വെടിവെച്ചിടുക എന്നതിനപ്പുറം ഒന്നുമില്ല. ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ ഇറാൻ അമേരിക്കയെ അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാഷ്ട്രത്തിന്റെ സൈനികരെ കൃത്യമായിട്ട് വെടിവെച്ചിടും എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഈ ആക്രമണം എന്ന് പറയപ്പെടുന്ന ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം, ഏത് ആക്രമണത്തിനും കൃത്യമായിട്ടുള്ള മറുപടി, ആ മറുപടിയായിട്ട് US സ്ഥാപനങ്ങളെയും വിമാനവാഹിനി കപ്പലുകളുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തിരിച്ചടി ഇറാൻ നടത്താൻ പോകുന്നു. ഇവിടെ ഈ US വിമാനവാഹിനി കപ്പലുകൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നങ്കൂരമിട്ട് കിടക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും അതിൽ നിന്ന് ഓപ്പൺ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള മിസൈലുകൾ ഇറാനെ ലക്ഷ്യമാക്കി പാഞ്ഞേക്കാം. ഗൾഫ് മേഖലയിലെ നിരവധി US സൈനിക കേന്ദ്രങ്ങൾ തങ്ങളുടെ മധ്യദൂര മിസൈലുകളുടെ പരിധിയിലാണ് എന്നും ഇറാന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാനിയ അത് പറയുന്നത് തന്നെ എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു പ്രതികരണം എന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഗൾഫ് മേഖലയിലെ നിരവധി US സൈനിക കേന്ദ്രങ്ങൾ തങ്ങളുടെ മധ്യദൂര മിസൈലുകളുടെ പരിധിയിലാണ്. അതായത് ഏതെങ്കിലും വിധത്തിൽ ഗൾഫ് മേഖലയിലേക്ക് എത്തപ്പെട്ടുള്ള US ഈ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ നിമിഷങ്ങൾക്കകം, അതാണ് മധ്യദൂര മിസൈലുകളുടെ പരിധിയിലുള്ള സ്ഥലത്താണ് ഇവരെല്ലാം ലാൻഡ് ചെയ്തിരിക്കുന്നത്, അടുത്ത ആക്രമണം നിമിഷങ്ങൾക്കകം കിട്ടുമെന്നതാണ്. അതായത് US ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടെ 1000 പുതിയ സ്ട്രാറ്റജിക് ഡ്രോണുകളടക്കം ഇറാൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇറാനും US തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കുവാനുള്ള അന്താരാഷ്ട്ര ഇടപെടലുകളൊക്കെ സജീവമായിട്ട് നടക്കുമ്പോഴും യുദ്ധം ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടുമെന്നത്, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ US ചെയ്യുന്നുണ്ട്. ആ US ചെയ്തികൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ അതിന്റെ പ്രതിരോധ തന്ത്രങ്ങൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ചെയ്തു വയ്ക്കുന്നത്. ഇറാനും US മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി സന്നദ്ധത പ്രകൃതിന്റെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തുർക്കിയുടെ പ്രസിഡന്റായ തയ്യിബ് എർദോഗാൻ, ഇദ്ദേഹം ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിനോട് ഇക്കാര്യം വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. നമുക്ക് വേണമെങ്കിൽ എർദോഗനും പെസഷ്കിയാനും തമ്മിലൊരു ചർച്ച നടക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് അമേരിക്കയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ട്രംപിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ്. പക്ഷെ അതിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഗച്ചി അടക്കം തുർക്കിയിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. തുർക്കി പ്രസിഡന്റുമായിട്ട്, അതായത് തയ്യിബ് എർദോഗനുമായിട്ട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം
പക്ഷെ ആ സാധ്യതകളൊക്കെ തള്ളിക്കളയുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. സത്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നതാണ്. ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ നാവികപ്പട, ആ നാവികപ്പട അറബിക്കടലിൽ നിലയുറപ്പിച്ചതോടെ ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ മണ്ണിനടിയിൽ കൂടുതൽ ആഴത്തിലേക്ക് ഒളിപ്പിക്കാൻ തുടങ്ങിയതായിട്ടാണ് പുതിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ അടക്കം വ്യക്തമാക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷ മുൻനിർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിന്യസിച്ച USS എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇറാൻ തീരത്തിന് സമീപം നിലയുറപ്പിക്കുന്നു. ഇതിന് മറുപടിയായിട്ട് നൂറുകണക്കിന് മിസൈൽ ബോംബുകളെ ഇറാൻ കടലിലിറക്കുന്നു. അപ്പോൾ ഇറാന്റെ സ്വന്തം ഡ്രോൺ കാരിയർ ആയിട്ടുള്ള ഷാഹിദ് ബഗേരി ബന്ദർ അബ്ബാസ് തീരത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയായിട്ട് സജ്ജീകരിച്ചിരിക്കുകയാണ് വരെ. ഏകദേശം 60 ഡ്രോണുകളെ വരെ ഒരേ സമയത്തിന് വഹിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണിത്. അപ്പോൾ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിലേക്കുള്ള തുരങ്ക കവാടങ്ങൾ വൻതോതിൽ മണ്ണിട്ട് മൂടുന്നതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. 2025 ജൂണിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ബോംബാക്രമണങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ആണവ കേന്ദ്രങ്ങളെ ഭൂമിക്ക് അടിയിലേക്ക് ഇറാൻ മാറ്റുന്നത്. ഭയന്നുകൊണ്ടല്ല, തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്കയുടെ വമ്പൻ ബോംബുകൾ ഈ ഫോർഡോ ആണവ കേന്ദ്രത്തിലൊക്കെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഏകദേശം 200 അടി താഴെയുള്ള ലബോറട്ടറികളെ പോലും തകർക്കാൻ ശേഷിയുള്ളവയായിരുന്നു അവ അന്ന് ഇട്ട ബോംബുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ പുതിയ ഒരു നിർമ്മാണ പ്രക്രിയ നടപ്പിലാക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കൻ സൈനിക വിന്യാസം എന്ന് പറയപ്പെടുന്നത് ഇറാൻ ഭരണത്തെ അട്ടിമറിക്കാനാണോ എന്ന ഭീതിയാണ് ടെഹ്റാനിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആയത്തുള്ള ഖമേനിയെ രക്ഷിച്ചെടുക്കുക മാത്രമല്ല, അദ്ദേഹത്തിനെ വധിക്കാതിരിക്കുക, അദ്ദേഹത്തിനെ തടങ്കലിലാക്കാതിരിക്കുക എന്നൊരു ലക്ഷ്യം ഇറാനുണ്ട്. അപ്പോൾ ഇറാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വമ്പൻ ബോംബുകൾ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം ജൂണിൽ ഫോർഡോ ആണവ കേന്ദ്രത്തിലൊക്കെ അമേരിക്ക വിക്ഷേപിച്ചിരുന്നു. അന്ന് വലിയ തകർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഭൂമിക്കടിയിലേക്ക് ഇത്തരത്തിലുള്ള ഡ്രോണുകളെ അടക്കം കുഴിച്ചു മൂടപ്പെട്ടുന്ന തരത്തിലേക്ക് മണ്ണിനടിയിലേക്ക് പാകി വെച്ചിരിക്കുന്നത്. അതൊരു എന്തിനു വേണ്ടി തകർച്ച സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണുള്ളത്. ഇവർക്ക് ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ടെഹ്റാന്റെ നേതാക്കിനെ അല്ലെങ്കിൽ ഇറാന്റെ ആത്മീയ നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുക എന്നുള്ള ട്രംപിന്റെ ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വധശ്രമത്തിന് നടപ്പിലാക്കാൻ പാടില്ല. മാത്രമല്ല, ഒരു തരത്തിലും അമേരിക്കയ്ക്ക് ഇറാൻ നേതാവിനെ പിടിച്ചു കൊണ്ടുപോകുവാനോ തടങ്കലിലാക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാനും പാടില്ല എന്നതാണ് ഔദ്യോഗികമായിട്ടുള്ള ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത്. പക്ഷെ ആ ഔദ്യോഗിക നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയപ്പെടുന്നത് തകർച്ചയുടെ യുദ്ധം, അതായത് ട്രംപ് ഒരിക്കലും ആലോചിക്കാത്ത തരത്തിലുള്ള യുദ്ധം, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ചെങ്കടലിൽ ട്രംപിന്റെ മിസൈലുകൾ ഇങ്ങനെ സംഹാര താണ്ഡവം നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അമേരിക്കയെ ഈ ഇറാനികൾ വെടിവെച്ചിട്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രത്തോളം അടുപ്പത്തിലാണ് അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രാറ്റജിക്കലായിട്ടാണ് ഇറാന്റെ പ്രതിരോധ സേന മുന്നോട്ട് നീങ്ങുന്നത്. ഇറാൻ ഒരിക്കലും ഒന്നും പറയാറില്ല, പക്ഷെ അവർ പ്രവർത്തിച്ച് കാണിക്കാറുള്ളതാണ്. ഇവിടെ അമേരിക്കയുടെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും ഒപ്പം അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഇപ്പോൾ ഈ സംയമനം പാലിച്ചുകൊണ്ട് ഏത് നിമിഷത്തെ അറ്റാക്കിനെയും പ്രതിരോധിക്കുവാൻ കഴിയുമെന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക നിലപാടൊക്കെ വരുന്നുണ്ട്. അതായത് സമാധാനം നിലനിർത്താനാണ് തങ്ങളുടെ നീക്കം എന്ന് വൈറ്റ് ഹൗസ് പറയുമ്പോഴും പക്ഷെ അമേരിക്കയിലെ നേതാവ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് യുദ്ധമാണ്. ആ യുദ്ധത്തെ വളരെ കൃത്യമായിട്ട് അടിച്ചമർത്താൻ ഇറാനികൾ തയ്യാറാകും. ഓരോ അമേരിക്കക്കാരനെയും വെടിവെച്ചിടുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇറാൻ ചെയ്യില്ല.